ഹായ് ഗൈസ്, എന്തൊക്കെ കുറേ ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു വ്ളോഗൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ക്ലാസ് പോണതും അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് അടിക്കുക കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇമ്മ അവിടെ മീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് സ്കൂൾക്ക് മീനാണ് കേട്ടോ. ഇതെന്ത് മീനാണെന്ന് വെച്ചാൽ ആദ്യമറിയില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉമ്മ ഉണ്ടാക്കണമൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇന്ന് ചായക്ക് കടി വരുന്നത് ദോശയാണ് കേട്ടോ. ദോശക്ക് സാമ്പാറാണ് കറി വരുന്നത്. എനിക്ക് സാമ്പാർ വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ സാമ്പാർ? അപ്പോൾ ഇത് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകാനുള്ള ടൈമായിട്ടോ. അപ്പോൾ സ്കൂൾക്ക് യൂണിഫോമൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അതിൻ്റെ മുമ്പ് ഇവിടുത്തെ ഒരാളെയും കൂടി കാണിച്ചു തരാം കേട്ടോ എനിക്ക്. ഗൈസ്, നോക്കാം. വല്ലാതെ കളിച്ചാൽ എൻ്റെ മേത്തേക്ക് വരും കേട്ടോ. എൻ്റെ കുട്ടിയാണ് കാണുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മളിപ്പോൾ ടൗണിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്, സ്കൂളിലേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാണ്ട് അവിടെ കുറച്ച് കുട്ടികൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള വഴിയാണ്. അങ്ങനെ ഗൈസ്, കോളേജ് എത്തിയിട്ടോ. ആ കാണുന്നതാണ് കോളേജ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മളെ ഫ്രണ്ടാണ്. ഓനിക്ക് എന്തോ നമ്മളെ വീഡിയോസിൽ വരണം എന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്താണ് പറയാല്ലേ? ഹലോ, നമ്മള് എൻ്റെ പേര് വൈകാശ് എന്നാണ്. പറയടാ, ചെറുതായിട്ട് പാട്ടൊക്കെ എഴുതുന്ന ആള്, റാപ്പറാണ്. ഒരു 2-3 പാട്ടുകളൊന്ന് പാടുന്ന. ഓക്കെ, അതിനിപ്പോ എന്താണ് അല്ലേ ഗൈസ്? നമ്മളെ ഇതിൽ വന്നിട്ട് പറയുമ്പോ 2-3 പാട്ടൊക്കെ പാടണ്ടേ? ഒട്ടാ നീ എന്റെ കാര്യം പൊക്ക, കയ്യും കെട്ടും കാലും കെട്ടും, പിന്നെ ചക്കിന്റെ ഉള്ളിൽ കെട്ടിയിട്ട് താഴെക്കടലിൽ താത്തും. മോനെ നിക്കണ്ട, നിന്റെ കാര്യം പിന്നെ പോക്ക. മോനെ നീ ഞാനാ, എന്നോട് മുട്ടാ നീയോ അല്ല, എന്നോട് കോട്ടാല്, നിന്റെ കാര്യം പിന്നെ പോക്ക. മോനെ നീ തരത്തിൽ പോയി കളിക്കടാ, ഞാനോ എന്നെ. ഗൈസ്, നന്നായിട്ട് പാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിനായിട്ടാണ്. നേരെ ഉമ്മാൻ്റെ ഷോപ്പിലേക്ക് പോകണം കേട്ടോ. ഗൈസ്, അങ്ങനെ ഉമ്മാൻ്റെ ഷോപ്പിലെത്തി. ഇപ്പം നേരെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ അത് കഴിച്ച് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നേരെ സാമ്യക്ക് പോയിട്ടോ. സാമ്യത്തെ ഐഡൻറ്റിറ്റി കാർഡാണ്, നമ്മൾ അവിടുത്തെ സ്റ്റാഫാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ കാര്യം പറഞ്ഞുതരാം. എനിക്ക് അവിടുന്ന് സെയിൽ കിട്ടി കേട്ടോ. സെയിൽ നമ്പർ കിട്ടി. അപ്പോൾ ആദ്യ ദിവസം തന്നെ ഞാൻ നല്ല സെയിൽ നടത്തി കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ഗൈസ്, അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ സാമിയിലേക്ക് കയറി കേട്ടോ. സാമിയിൽ നമ്മൾ എത്താനായി. എന്നിട്ട് അങ്ങനെ അവിടെ കയറി ആദ്യം തന്നെ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു കേട്ടോ പണി കിട്ടിയത്. ഈ മെഷീൻ എടുത്തിട്ട് ലിഫ്റ്റിൽ വെക്കണം. ഇത് മെഷീനാണ് കേട്ടോ. അതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥാനങ്ങളൊക്കെയാണ് ഈ ബോക്സിലുള്ളത്. ഇത് നല്ല വെയിറ്റാണ് കേട്ടോ. ലിഫ്റ്റിൽ വെച്ച് 2ാമത്തെ ഫ്ലോറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഗൈസ്, ഇനി ഇതാ ഇവിടെ എത്തി. അപ്പോൾ നേരെ പണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതൊക്കെ അവിടുത്തെ ഷർട്ടുകളാണ്, സാമ്യത്തെ ഷർട്ടുകളാണ് കേട്ടോ. അപ്പോൾ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരിക, എല്ലാവരും കളക്ഷൻസൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ചായ കുടിക്കാൻ കയറി കേട്ടോ. ഞാൻ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നേരെ ചായ കുടിക്കാൻ കയറിയത്. എന്നിട്ട് പിന്നെ നല്ല വൈബൊക്കെ ആസ്വദിച്ച് നമുക്ക് ചായ കുടിക്കാം കേട്ടോ. ഇന്ന് മധുരക്കിഴങ്ങായിരുന്നു, അതിൻ്റെ ഒപ്പം കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പറഞ്ഞാൽ ഈ വൈകുന്നേരം ഈ വൈബൊക്കെ ആസ്വദിച്ച് നമുക്ക് കുടിക്കാം കേട്ടോ. ഇത് നമ്മളെ മറ്റൊരു ഫ്രണ്ടാണ് സാമിയെ തന്നെ. ഇത് നമ്മളെ ആസിഫ്, ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ ഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ കാണിക്കുക കേട്ടോ. ഗൈസ്, ഈ 8 ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതാ ഈ കാണണമൊക്കെ എടുക്കാനാണ്. ഇത് വൃത്തിയിൽ വെക്കും വേണം. പിന്നെ കേട്ടോ, ഇതൊന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് കാണാം. എണ്ണ എടുക്കുകയും ചെയ്യണം കേട്ടോ. ഗൈസ്, ഇതിൽ സൈസ് നോക്കും വേണം, ഇത് മടക്കി വെക്കും വേണം കേട്ടോ. ഗൈസ്, ഇപ്പോൾ വല്ലാതെ ഫിനിഷിങ് ആക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. സൗണ്ട് വയ്ക്കണം. പിന്നെ ഈ കാണുന്ന കണ്ടോ, ഈ കാണുന്ന പോലെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. വല്ലാതെ ഫിനിഷിങ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ
ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ് ഗൈസ്. അങ്ങനെ പകുതി മുക്കാലും എണ്ണെടുക്കൽ കഴിഞ്ഞു കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയോ, ഇവിടെ പാട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ പാട്ട് കേട്ടിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സുഖം വേറെ കേട്ടോ. നിങ്ങൾ ആദ്യം ഒന്ന് എവിടെയെങ്കിലും ഒരു കടയിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല, ഇവിടെ ഫാൻ ഇട്ടുകൊണ്ട് ശബ്ദം ചിലപ്പോൾ കമ്മിയായിരിക്കും കേട്ടോ. പാട്ട് നല്ല പാട്ടാണ്. ആ ട്യൂണ് അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു മടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഫീല് വേറെ കേട്ടോ. അപ്പോൾ ഈ ഷർട്ടിൻ്റെ പ്രൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും 799 വരുന്നത് കേട്ടോ. നല്ല ഷർട്ടാണ്. അപ്പോൾ നമ്മൾ സാമയിലാണ്, മണ്ണാർക്കാട് സാമിയ കേട്ടോ. അപ്പോൾ പല മോഡൽസും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരിക, ജസ്റ്റ് ഒന്ന് മോഡൽസ് ഒന്ന് നോക്കുക കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1329 ഉള്ളൂ കേട്ടോ വരുന്നത്. നല്ല സാധനം. സൈസ് വരുന്നത് XL 42 വരുന്നത് കേട്ടോ. എല്ലാ മോഡൽസിലും നമ്മളെ സാമയിലുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ചില ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ട്, ഫോൺ ഉപയോഗിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. വല്ലാതെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ അപ്പോൾ ഗൈസ് നമ്മളെ ആസിഫ് ഈ ഇതുപോലെ വീഡിയോ എടുക്കാനൊക്കെ പറയുകയാണെ. എന്താ ആസിഫ് ഇപ്പോൾ പറയാനുള്ളത്? ഗൈസ് നമ്മളെ ഫ്രണ്ട് ആസിഫേ ഫ്രണ്ട്സിന് ഒരു ഹായ് കൊടുത്താ. എന്തിനാ മടി? അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനും മറ്റൊരു കിടിലം വീഡിയോസ് വരാം. ഓക്കെ.